നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പേര് ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല പല പോസ്റ്റുകൾക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന അങ്ങനെയുള്ളവർക്ക് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ വാല്യൂസിനെ കുറിച്ച് അറിയുമ്പോഴാണ്. പലവരും അവരുടെ വാല്യൂസ് വരുമ്പോൾ കമ്മ്യൂണിറ്റി സർവീസ്, അവർക്ക് അങ്ങനെ ഒരു പൊസിഷനിൽ പഠിച്ചെത്തിയിട്ട് അവർക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യണം, സർവീസ് ഓറിയൻറ്റഡ് ആണ് അവർ വളരെയധികം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനും കൂടെയാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്നത്. സോ ആ വാല്യൂസിനെ ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നു, അഡ്മയർ ചെയ്യുന്നു. പക്ഷേ ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ ഓൾസോ കാണുന്ന ഒരു കാര്യമായിരുന്നു, ഓവർ ദ ടൈം വളരെയധികം ഡെഡിക്കേറ്റഡും കമ്മിറ്റഡും ആയിട്ടുള്ള ആൾക്കാർക്ക് സൈക്കോളജിക്കലി വളരെയധികം ബുദ്ധിമുട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്യും. എങ്ങനെയാണ് അവർ ആ സിറ്റുവേഷനിൽ എത്തുന്നത്? ഇപ്പോൾ നമ്മൾ തന്നെ നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ കാണാം, ഓവർ ദ ടൈം അവരിപ്പോൾ നമ്മളിത് സംസാരിക്കുമ്പോൾ തന്നെ അവർ ചിലപ്പോൾ സോൺഡ് ഔട്ട് ആവുന്നു, അവർക്ക് മൈന്യൂട്ട് കോൺവെർസേഷനിൽ പോലും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്നില്ല, അവർ മൈൻഡ് വേറെ എവിടെയോ ആണ്. വളരെയധികം തോട്ട്സ്, ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, അങ്ങനെ പെട്ടെന്ന് വിഷമം വരുന്നു, ഇങ്ങനെ ബുദ്ധിമുട്ടാവുന്നു, വളരെയധികം ക്ഷീണം എക്സ്പീരിയൻസ് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിലോട്ട് ഓവർ ദ ടൈം എത്തിപ്പെടുന്നത്? ഇവിടെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു, ഒരു ആസ്പെക്റ്റ് ആയിരുന്നു അൺസർട്ടനിറ്റി, ഒരു വ്യക്തത ഇല്ലായ്മ, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. നമുക്കൊരു പ്രോസസ്സിൽ നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ നമുക്കൊരു കോസ് എഫക്റ്റ് എന്ന് പറയുന്ന പോലെ ഇമീഡിയറ്റ് എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റണം. കുറേ കാര്യങ്ങൾ, അപ്സ് ആൻഡ് ഡൗൺസ് എന്താണ്, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതിൽ എന്തൊക്കെയാണ് ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ പെട്ടെന്നൊരു ഔട്ട്കം അറിയാം. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനോ കാര്യങ്ങൾക്കോ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ്. ഈ പ്രോസസ്സിലൂടെ ഇങ്ങനെ നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അൺസർട്ടനിറ്റി വളരെയധികം കൂടി വരാം. ഈ അൺസർട്ടനിറ്റി നിൽക്കുന്നത് വളരെ എക്സോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. പലപ്പോഴും ഇമീഡിയറ്റ് എഫക്റ്റ് നമ്മൾ പ്രിപ്പറേഷനിൽ വരുമ്പോൾ സ്ട്രെസ് അല്ല, നമുക്കറിയാം എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളത്. പക്ഷേ ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് പതുക്കെ പതുക്കെ നമ്മുടെ സ്ട്രെസ് കൂട്ടുക, എക്സോഷൻ കൂട്ടുക എന്നുള്ള സ്റ്റേറ്റിലോട്ട് നമ്മളെ എത്തിച്ചു കൊണ്ടു. ഈ ഒരു എക്സോഷൻ ഫേസിലാണ് പലപ്പോഴും സ്ട്രെസ് അധികമായിട്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓവർ തിങ്കിങ്, ദേഷ്യം, വിഷമം, ഇതെല്ലാം വളരെ അധികമായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഡെവലപ്പ് ആവുന്ന വേറൊരു ആസ്പെക്റ്റാണ് സെൽഫ് ഡൗട്ട്. സെൽഫായിട്ട് നമ്മൾ സംശയിക്കാൻ തുടങ്ങും, അതുപോലെ തന്നെ സെൽഫായിട്ട് നമ്മൾ ബ്ലെയിം ചെയ്യാനും ചിലപ്പോൾ തുടങ്ങും. ഇതിന് മറ്റൊരു റീസണും കൂടെ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഒപ്പീനിയൻസ് ആണ്. നമ്മുടെ പ്രീവിയസ് ജനറേഷൻ അല്ലെങ്കിൽ ഈവൻ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാർ വരെ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയാം, ആദ്യമൊക്കെ പഠിക്കുമായിരുന്നു, ഇപ്പോൾ വന്ന് ഭയങ്കര ഉഴപ്പാണ്, ഇപ്പോൾ മടിയാണ്, ഇപ്പോഴത്തെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല, ഇപ്പോൾ ഉഴപ്പി നടക്കുക. അപ്പം ഇങ്ങനത്തെ എക്സ്റ്റേണൽ കമൻസും നമ്മൾ വളരെയധികം ഇന്റർണലൈസ് ചെയ്ത് പോകാം ആ ഒരു അൺസർട്ടൺ സിറ്റുവേഷൻ. അങ്ങനെ പലപ്പോഴും വരുന്നൊരു കമൻസ് തന്നെ ആയിരിക്കും, ഇപ്പോൾ പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ജനറേഷനോ പറയുന്ന ഒരു കമൻ്റ് ആയിരിക്കും, പണ്ട് ഞങ്ങളുടെ കാലത്തൊന്നും ആൻസൈറ്റി, ഡിപ്രഷൻ ഒന്നും ഇല്ലായിരുന്നു, ഞങ്ങളൊക്കെ പുഷ് ചെയ്ത് വർക്ക് ചെയ്യായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ മടിയാണ്, പറ്റാത്തതാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യല്ല, നമ്മൾ കൂടുതൽ ഡൗൺ ആക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവർ പറയുന്ന പുഷ് ചെയ്യുക, കൂടുതൽ ഹാർഡായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളൊരു കോപ്പിംഗ് രീതിയാണ് അവർ പറയുന്നത് ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ. പക്ഷേ നമുക്ക് പറയാൻ പറ്റുമോ ആ ജനറേഷനിലെ സൈക്കോളജിക്കൽ സിനാരിയോയും ഇപ്പോഴത്തെ ഒരു സിനാരിയോയും സെയിം ആണ്? ഒരിക്കലും അല്ല, നല്ല ഡിഫറൻസസ് ഉണ്ട്. ഈവൻ ദോ അന്നത്തെ കാലത്തും അൺസർട്ടനിറ്റീസ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും അൺസർട്ടനിറ്റി ഉണ്ടെങ്കിലും ഇത് രണ്ടും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അൺസർട്ടനിറ്റീസ് ആണ്. ഇപ്പോൾ പഴയ കാലത്ത് അൺസർട്ടനിറ്റീസ് മൈറ്റ് ബി ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് റിലേറ്റഡ് ടു ഹൗസിങ്, പോവേർട്ടി, അങ്ങനത്തെ പല അൺസർട്ടനിറ്റീസ് ആയിരിക്കാം. ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോർ ലൈക്ക് പെർഫെക്ഷനിസം, എക്സോഷൻ, സോഷ്യൽ കമ്പാരിസൺസ്, ക്രോണിക് ലോങ് ടേം അൺസർട്ടനിറ്റീസ്, ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് ആയിരിക്കും ഇപ്പോൾ വരുന്ന അൺസർട്ടനിറ്റി വരുന്നത്. ഇതിലെ ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ വൺ വാസ് ആക്ച്വലി മച്ച് മോർ വിസിബിൾ, ദ സെക്കൻഡ് വൺ ഇസ് നോട്ട് അറ്റ് ഓൾ വിസിബിൾ. ഈ നമ്മൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും നോക്കി കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ഇയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ആ ഒരു അക്നോളജ്മെന്റ് വി ആർ മിസ്സിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ളവർക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, ഐ എം ഗോയിങ് ത്രൂ ദീസ് മെനി പ്രഷേഴ്സ് അറ്റ് ദ സെയിം ടൈം. ഈ ഒരു ലാക്ക് ഓഫ് അക്നോളജ്മെന്റ് ആണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കറന്റ് ജനറേഷൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ഡിഫറൻസ് എന്ന് വെച്ചാൽ സിനാരിയോസ് രണ്ടും ഡിഫറെൻ്റ് ആകുമ്പോൾ കോപ്പിംഗ് രീതികളും ഡിഫറെൻ്റ് ആയിരിക്കണം. പണ്ടത്തെ കോപ്പിംഗ് മൈറ്റ് ബി ടു പുഷ് ഹാർഡർ, ഒന്നും നോക്കണ്ട, മാക്സിമം ട്രൈ ചെയ്യുക, എല്ലാവരും കൂടെ ഉണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ മാക്സിമം പുഷ് ചെയ്യുക. ഇപ്പോഴത്തെ സിനാരിയോ കുഡ് ബി, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നുണ്ടോ, റാദർ ദാൻ പുഷിങ് മൈസെൽഫ് സോ മച്ച് ആൻഡ് ബീയിങ് എക്സോസ്റ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ ഹൗ മച്ച് മൈ മൈൻഡ് ഇസ് ക്യാരിയിങ് റൈറ്റ് നൗ. ആ ഒരു ബേസിക് സെൽഫ് അവയർനെസ് ആയിരുന്നു നമുക്ക് ഫസ്റ്റ് വേണ്ടത്. നമ്മുടെ ഒരു ലിമിറ്റഡ് കപ്പാസിറ്റി, നമ്മുടെ എനർജിയുടെ കപ്പാസിറ്റി, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് റിക്കവറി. അതുപോലെ തന്നെ ഇത് മനസ്സിലാവുന്ന ആൾക്കാർ, കറന്റ് സൈക്കോളജിക്കൽ സിനാരിയോ ആൻഡ് ദ ഡിഫിക്കൽട്ടീസ് മനസ്സിലാവുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് ബാക്കിയുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. പലവർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യുക, തെറപ്പിക്ക് പോവുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, സെൽഫ് അവെയർ ആവുക, ബാക്കിയുള്ളവരുടെ സൈക്കോളജിക്കൽ സിനാരിയോയെ കുറിച്ച് കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആവുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇതാണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.